കേന്ദ്ര ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറെ നിരാശകരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബജറ്റ് പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് പോലും ആലോചിച്ചു പോയതായും അദ്ദേഹം പരിഹസിച്ചു. കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയിച്ചു. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. മാത്രമല്ല, പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് 1.92% മാത്രമാണ്. ഞങ്ങൾ 16ാമത് ഫിനാൻസ് കമ്മീഷൻ്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ്. ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു ജസ്റ്ററാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ രേഖപ്പെടുത്തും.